വീടിന്റെ മട്ടുപ്പാവിൽ ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിയിച്ച് ശ്രദ്ധേയനാവുകയാണ് 5ാം ക്ലാസ് വിദ്യാർത്ഥി ഗൗതം ശിവ. ചന്ദ്രാപിന്നി ഈസ്റ്റ് മാങ്കര വീട്ടിൽ സുജിത് സ്റ്റെഫി ദമ്പതികളുടെ മകനായ ഗൗതം കൃഷിയോടുള്ള താല്പര്യത്തിലൂടെയാണ് വേറിട്ട മാതൃകയാവുന്നത്. ഗൗതം ശിവയുടെ വീടിന്റെ മട്ടുപ്പാവ് നിറയെ വിവിധ വർണ്ണങ്ങൾ നിറച്ച് ചെണ്ടുമല്ലികൾ സമൃദ്ധമായി പൂത്തുനിൽക്കുകയാണ്. മട്ടുപ്പാവിലാണ് കൃഷിയെങ്കിലും വിളവ് നൂറുമേനിയാണ്. കുട്ടി കർഷകന്റെ കൃഷിയോടുള്ള അടങ്ങാത്ത മോഹത്തിന് പൂക്കൾ നൂറുമേനിയുടെ മാർക്കാണ് നൽകിയിരിക്കുന്നത്. ചന്ദ്രാപിന്നി ഈസ്റ്റ് മാങ്കര വീട്ടിൽ സുജിത്ത് സ്റ്റെഫി ദമ്പതികളുടെ മകനായ ഗൗതം കൃഷിയോടുള്ള താല്പര്യത്തിലൂടെയാണ് വേറിട്ട മാതൃകയാവുന്നത്. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഗൗതം കഴിഞ്ഞ 2 വർഷമായി കൃഷിയിൽ സജീവമാണ്. വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്തുകൊണ്ടായിരുന്നു കുട്ടി കർഷകന്റെ കൃഷിയിലേക്കുള്ള അരങ്ങേറ്റം. പിന്നീട് പൂക്കൃഷിയിലേക്ക് ശ്രദ്ധ തിരിക്കുകയായിരുന്നു. ഗൗതമന്റെ കൃഷിയോടുള്ള താല്പര്യത്തിന് പിന്നിൽ വലിയ പ്രചോദനമായത് മുത്തശ്ശിയും ജൈവ കർഷകയുമായ ഷീജ ഗുരുവായൂരാണ്. മുത്തശ്ശിയിൽ നിന്ന് കൃഷിയുടെ വിവിധ രീതികൾ മനസ്സിലാക്കിയ ഗൗതം പഠനത്തോടൊപ്പം കൃഷിയെയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയായിരുന്നു. മട്ടുപ്പാവിലൊരുക്കിയ ചെടിച്ചട്ടികളിൽ 120 ചെണ്ടുമല്ലി തൈകളാണ് ഗൗതം നട്ടുവളർത്തിയത്. പരിമിതമായ സ്ഥലത്തും ശാസ്ത്രീയമായും ജൈവ രീതിയിലും കൃഷി ചെയ്യാമെന്ന സന്ദേശമാണ് ഈ കുട്ടി കർഷകന്റെ പൂക്കൃഷി നൽകുന്നത്. സ്വന്തം അധ്വാനത്തിൽ വളർത്തിയ ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് ഗൗതമിന് ഏറെ സന്തോഷം പകരുന്നതായി. കൃഷി കുറെ കാലമായി എനിക്ക് സ്ക്രീൻ ടൈം ഒക്കെ കൂടിയപ്പോൾ എൻ്റെ നല്ലമ്മ വിത്തും പിന്നെ തയ്യൊക്കെ തന്നു. അതൊക്കെ നട്ടു വളർത്തി വലുതായപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ആയി ഇതിലേക്ക്. അപ്പം അങ്ങനെ ചെയ്തു. പിന്നെ ഇത് കുറേ ചെയ്ത് നല്ലമ്മ കുറേ തയ്യും വിത്തൊക്കെ എനിക്ക് തരും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് മുളപ്പിക്കും. രാവിലെ നടന്ന ചടങ്ങിൽ KK വത്സരാജ് MLA ചെണ്ടുമല്ലി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ കൃഷിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ജൈവ പ്രകൃതിയിലേക്കും ആകർഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ദൗത്യമാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടിൻ്റെ സംസ്കാരം തന്നെ കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. തീർച്ചയായും ഗൗതമനെ പോലെയുള്ള കൊച്ചുകുട്ടികളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സമൂഹത്തിന് വലിയ ഒരു മെസ്സേജാണ്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. ജനം, തൃശൂർ.